എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് പുറത്തു വരും. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് എന്ന പുതുമുഖ സംവിധായകൻ അണിയിച്ചൊരുക്കിയ സിനിമയാണ് കളങ്കാവൽ. ഈ വരുന്ന നവംബർ 27-നാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസിനെത്തുന്നത്. ഇപ്പോഴത്തെ ഇന്നലെ ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് മമ്മൂക്ക് തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. കളങ്കാവൽ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പുറത്തു വരും. ഇതിനു മുമ്പ് പുറത്തു വന്ന ഒഫീഷ്യൽ ടീസറിന് അതിഗംഭീര റെസ്പോൺസ് ആയിരുന്നു ആരാധകർക്കിടയിലും നിന്നും സിനിമാ പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചത്. അതേസമയം ഇന്നലെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചിത്രത്തിലെ ആദ്യ ഗാനത്തിനും അതിഗംഭീര റെസ്പോൺസ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചിരുന്നു. കൂടാതെ റിലീസിന് 15 ദിവസത്തോളം ഉള്ള ചിത്രത്തിന് ഇതുവരെ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു സവിശേഷത കൂടി നമ്മൾ പ്രേക്ഷകർ കളങ്കാവലിലൂടെ കാണുകയാണ്. അതായത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് UAE-യിൽ ഇന്നലെ ആരംഭിച്ചിരുന്നു. ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് DQവിന്റെ നിർമ്മാണ കമ്പനിയാണ്. DQവിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ കുറുപ്പിന്റെ തിരക്കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നിലവിൽ കളങ്കാവൽ എന്ന മമ്മൂക്ക ചിത്രത്തിന് മികച്ചൊരു ഹൈപ്പാണുള്ളത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ കൂടി പുറത്തു വരുന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയാകുമെന്ന് തന്നെയാണ് ആരാധകരും സിനിമാ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്ക ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എത്തുന്നത്. ചിത്രത്തിൽ പോസിറ്റീവ് കഥാപാത്രമായി എത്തുന്നത് വിനായകനുമാണ്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് കളങ്കാവൽ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.